എല്ലാവർക്കും നമസ്കാരം. ഞാൻ അദിജ. 10ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 3ാം അധ്യായമായ സാധ്യതകളുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ചാൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, എന്താണെന്ന് നോക്കാം. അപ്പോൾ പേരിൽ പോലെ തന്നെയാണ് സാധ്യത എന്ന് പറഞ്ഞാൽ. സാധ്യത മാത്രം, നമ്മളിപ്പോൾ ഒരു ഏകദേശം പറയില്ലേ സാധ്യത. ഇപ്പോൾ കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ പറയുന്ന പോലെ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ മഴ പെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാലും ഒരു സാധ്യത എണ്ണമാണ്. ഇപ്പോൾ ഒരു കോയിനിന് ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് വീഴാനും ടെയില് വീഴാനുള്ള സാധ്യത നമ്മൾ എന്തായിരിക്കും പറയുക, 50-50 ആണ്. അത് ഗണിതപരമായ രീതിയിൽ കൊണ്ടുവരുന്നതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതിൻ്റെ വില, നമ്മൾ സാധ്യതയുടെ വില പറയുന്നത് 0ന് മുകളിലും എന്നാൽ 1ന് താഴെയുമായിട്ടൊരു വിലയാണ്. അതായത് 0.5, 0.75 അങ്ങനെ ഒരു വാല്യൂ ആണ്. പക്ഷെ നമ്മൾ അതെന്താണ്, ഫ്രാക്ഷൻ ഫോമിൽ ഭിന്നരൂപത്തിലേക്കാണ് അത് എഴുതുന്നത്. ഇതിൽ ഇന്ന് നോക്കുക, ഇതിലേക്ക് നോക്കുക. ഈ പെട്ടിയിൽ ഞാൻ കുറച്ച് പന്തുകൾ ഇട്ടിട്ടുണ്ട്. 2 നിറത്തിലുള്ള പന്തുകളാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. ഇതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പന്തുകളെ ഞാൻ വെളുത്ത പന്തുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലാങ്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്യാത്ത പന്തുകൾ കറുത്ത പന്തുകളാണ്. അപ്പോൾ ഇതിൽ ആകെ എത്ര പന്തുകളുണ്ട്? 2, 4, 6, 8, 10 പന്തുകളാണുള്ളത്. ആകെ പന്തുകൾ സമം 10. എൻ്റെ ചോദ്യം ഇതാണ്, ഞാനത് ഈ കണ്ണടച്ചിട്ട് ഈ പാത്രം കുലുക്കിയതിന് ശേഷം ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്, വൈറ്റ് ബോൾസ് കിട്ടാനുള്ള ചാൻസ് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ എത്ര വെളുത്ത പന്തുകൾ ഉണ്ടെന്ന് നോക്കാം. നോക്കി, ഇതിൽ എത്ര വെളുത്ത പന്തുകളുണ്ട്? 1, 2, 3, 4, 5, 6 വെളുത്ത പന്തുകളുണ്ട്. അപ്പോൾ എഴുതാം, വെളുത്ത പന്തുകൾ സമം എത്രയാണ്? 6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത, അതാണല്ലോ ചോദ്യം. ഇവിടെ കിട്ടാനുള്ളതുണ്ട്. വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത സമം 6/10 ആയിരിക്കും. കാരണം ആകെ 10 ബോളുകളുണ്ട്, അതിൽ 6 ബോളുകൾ വെളുത്തതാണ്. അപ്പോൾ വെളുത്ത ബോൾ കിട്ടാനുള്ള സാധ്യത 6/10 ആയിരിക്കും. ഇനി 6/10നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭിന്ന രൂപത്തെ, ഈ ഫ്രാക്ഷൻ ഫോമിനെ ചെറിയൊരു രൂപത്തിലേക്ക്, അതായത് ലഘൂകരിച്ചിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 3/5 എന്ന് എഴുതാം. കാരണം 2ലും 6ലും 10ലും 2 പൊതുവായിട്ടുണ്ട്. അപ്പോൾ 6നെ 2 കൊണ്ട് ഹരിക്കാം, അതുപോലെ 10നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 3/5 എന്ന് കിട്ടും. ഈ ഉത്തരവും ശരിയാണ്, ഈ ഉത്തരവും ശരിയാണ്. 6/10 എന്ന് എഴുതിയാലും ശരിയാണ്. 3/5 അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലഘൂകരിച്ച് 3/5 എന്ന് എഴുതിയാലും ശരിയാണ്. പക്ഷെ 6/10 എന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടെ നല്ലത് അത് എഴുതിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3/5 എന്ന് എഴുതാം. ഇനി എൻ്റെ ചോദ്യം മറ്റൊന്നാണ്, ഞാനൊന്ന് തിരിച്ച് ചോദിക്കാൻ പോവാണ്. ഇതിൽ കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? നമ്മളിപ്പോൾ വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത കണ്ടു, 6/10. കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് അറിയാം ആകെ 10 പന്തുകളുണ്ട് ഈ ബോക്സിനകത്ത്. പന്തുകളിലൊന്നും മാറ്റം വരുന്നില്ല. ഇതിൽ എത്ര കറുത്ത പന്തുകളുണ്ട്? ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന, നമ്മൾ ഷെയ്ഡ് ചെയ്യാത്ത പന്തുകളാണ് കറുത്ത പന്തുകൾ. അത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം, കറുത്ത പന്തുകൾ സമം 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത സമം എത്രയായിരിക്കും? അതെ, 4/10. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, 2/5 എന്നാക്കാം. രണ്ടും ശരിയാണെന്ന് പറഞ്ഞു. 2/5 എന്ന് എഴുതിയാലും 4/10 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിലെ ഐഡിയ. ഇതുപോലെ ഒരു ബോക്സ് കണക്കിൽ ഒരു ടോട്ടൽ നമ്പർ ഓഫ് നമുക്ക് ബോൾസ് തരും, നമ്മൾ കണ്ടിട്ടും. എന്നിട്ട് അതിൽ പല നിറത്തിൽ, ഇപ്പോൾ പച്ച, നീല പന്തുകൾ തരും. ഇപ്പോൾ ഞാൻ വെള്ളയും കറുപ്പുമാണ് പന്തുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കും കറുത്ത പന്തുകൾ കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ നമ്മൾ കറുത്ത പന്തുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും, സാധ്യമായ എണ്ണം കാണേണ്ട പന്തുകളുടെ എണ്ണം കാണാം, അതിനുശേഷം ആകെ കാണാം. എന്നിട്ട് നമ്മളോട് ചോദിച്ച കളറിലുള്ള പന്തുകളുടെ എണ്ണം ബൈ ആകെ എണ്ണം, അതായിരിക്കും ആ കളറ് പന്ത് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്,
അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയിലത്തെ ഫസ്റ്റ് ചാപ്റ്ററിലെ പേജ് നമ്പർ 12, 13 and 14 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബോക്സ് ഉണ്ട്, സെൽ തിയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതെന്താന്ന് നോക്കാം. The cell theory was formulated by M.J. Schleiden and Theodor Schwann, summarizing the findings of various scientists. അപ്പോൾ ഈ ഒരു M.J. Schleiden തിയോഡർ ഷ്വാനെ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. M.J. Schleiden ആണ് പ്ലാന്റ് സെല്ല് ഡിസ്കവർ ചെയ്തത്. അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ ആണ് ആനിമൽ സെല്ല് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ്, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് വെച്ചിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസംസ്. സെൽസ് ആണ് സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് അടിയിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ഫങ്ഷൻസ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. Resist foreign particles, synthesize biomolecules, release energy from nutrients. These are the functions of cells. അതിന് തൊട്ടടിയിലായിട്ട് ഫിഗർ 1.4 പ്ലാന്റ് സെൽ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ പാർട്സ് ആണ് പ്ലാന്റ് സെല്ലിൽ ഉള്ളത് എന്നുള്ളത്. ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾ, മൈറ്റോകോൺട്രിയൻ, സെൽ വാൾ. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും ആണ്. All substances inside the cell membrane constitute the protoplasm. സെൽ മെംബ്രെയിൻ അകത്തുള്ള ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്നുള്ളത്. സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് ദ പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, പക്ഷേ സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള പാർട്ടിനാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. All factors required for the life activities are present in the cytoplasm. ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും സൈറ്റോപ്ലാസത്തിൽ പ്രസൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ഒറിജിനൽസ് ആണ്. സെൽ ഒറിജിനൽസ് ആർ ദി സ്പെസിഫിക് പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ടു പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. സെൽ ഒറിജിനൽസ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സൈറ്റോപ്ലാസത്തിൽ സ്പെസിഫിക് പാർട്സിലൊക്കെ കാണപ്പെടാറുണ്ട്. അടുത്തത് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെല്ലിലുള്ള എല്ലാ പാർട്ടിനെയും നമ്മൾ വിശദീകരിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൻ ആണ്. പാർട്ടിനെ നമ്മൾ വിശദീകരിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൻ ആണ്. മൈറ്റോകോൺട്രിയനെ നമ്മൾ മൈറ്റോകോൺട്രിയ എന്നും പറയും. അതെൻ്റെ പ്ലൂറൽ ഫോം ആണ്. മൈറ്റോകോൺട്രിയൻ, powerhouse of the cell, helps in the production and storage of energy, evidently seen in the cells of liver, brain and muscles where energy requirement is high. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ, ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. സെല്ലിൻ്റെ പവർ ഹൗസ് ആണ്, അതുപോലെ തന്നെ എനർജിയുടെ പ്രൊഡക്ഷനും സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നു. മൈറ്റോകോൺട്രിയൻ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. എവിഡൻ്റ്ലി സീൻ ഇൻ ദ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ ആൻഡ് മസിൽസ് വെർ എനർജി റിക്വയർമെൻറ്റ് ഇസ് ഹൈ. ലിവറിൻ്റെയും ബ്രെയിനിൻ്റെയും മസിൽസിൻ്റെയും സെൽസിലാണ് ഈ ഒരു മൈറ്റോകോൺട്രിയൻ കാണപ്പെടുന്നത്. എനർജി റിക്വയർമെൻറ്റ് ഹൈ അടുത്തുള്ളിടത്ത്. അടുത്തതായിട്ടുള്ളത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, സൈറ്റോസ്കെൽറ്റൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് നോക്കാം. ദ പാസേജ് ഇൻ ദ സെൽ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഒറിജിനലി. സെല്ലിത്തെ പാസേജ് ആണ്, അതുപോലെ തന്നെ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ടേക്ക് പ്ലേസ് ത്രൂ ദിസ് ഒറിജിനലി. ഓൾസോ നോൺ ആസ് സൈറ്റോസ്കെൽറ്റൻ ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റൈബോസോം ആണ്. സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. റൈബോസോം ആണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെല്ലിൽ. അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ അതെവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. പ്ലാന്റ് സെല്ലിൽ അതെവിടെയാണ് കാണപ്പെടുന്നത് നോക്കാം. seen either attached to the endoplasmic reticulum or free in the cytoplasm. ഒന്നില്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാക്യൂൾ ആണ്. കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ടോണോപ്ലാസ്റ്റ്. ഈ ഒരു വാക്യൂള് ഒരു ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിനെ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്.
അതിൻ്റെ ഫങ്ഷൻ സ്റ്റോർസ് വാട്ടർ, സോൾട്ട്സ്, എക്സ്ക്രെറ്ററി മെറ്റീരിയൽസ് എക്സെട്ര. ഇത് വാട്ടർ, സോൾട്ട്, അതുപോലെ തന്നെ എക്സ്ക്രെറ്ററി മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ഗോൾഗി കോംപ്ലക്സ് ആണ്. കളക്ട്സ് സെൽ സീക്രഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മോക്കോസ് എക്സെട്ര ഇൻ സ്മോൾ വെസൈറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. സീൻ ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. ഈ ഗ്ലാൻഡുലാർ സെൽസിൽ ഈ ഒരു ഗോൾഗി കോംപ്ലക്സ് ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ പേജ് നമ്പർ 14 താഴെയായിട്ട് ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ബയോളജി ടീച്ചർ. എൻ്റെ പേര് അരുന്ധതി. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ന്യൂക്ലിയസ് തൊട്ടാണ് അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ്സാണ്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. പറയുന്ന പോയിന്റ്സ് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, the various proteins produced in the cell play a major role in regulating various activities in the cell. The synthesis of protein is under the control of genus in the chromatogreticulum in the nucleus. Second point, hence the nucleus is considered as a regulatory center of the cell. ന്യൂക്ലിയസിനെ റെഗുലേറ്ററി സെൻറ്റർ ആയിട്ടാണ് സെല്ലിൽ കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ്, ന്യൂക്ലിയസിലെ ഓരോ പാർട്സിനെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പാർട്ട് nucleoplasm. It is a fluid part of the nucleus. Nucleolus and chromatogreticulum are seen. Nuclear membrane. It is a double-layered membrane that covers the nucleus. Next, chromatogreticulum. They are seen as network in the nucleoplasm. They carry genus. Nucleolus. They are spherical bodies that play a major role in the synthesis of ribosome. Next, nuclear pore ആണ്. nuclear pore അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിലും അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതിയാലും പ്രശ്നമില്ല. നെക്സ്റ്റ് ഒരു ടേബിളാണ്, അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. ഇൻ ദി സെൽസ് ഓഫ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസം നോ ന്യൂക്ലിയസ് ഈസ് സെയിം. ദീസ് ഓർഗാനിസം ആർ കോൾഡ് പ്രോക്യാരിയോട്സ്. അതായത് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസം ഇതിലൊന്നും ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവയെ വിളിക്കുന്നത് പ്രോക്യാരിയോട്സ് എന്നാണ്. Next, but in the cells of amoeba, animals and plants, a well-defined nucleus covered by membrane is seen. These organisms are called eukaryotes. അമീബയിലും അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ വെൽ ഡിഫൈൻഡ് ആയ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ യൂക്കാരിയോട്സ് എന്ന് വിളിക്കും. ഇവിടെ ഒരു കുട്ടീൻ്റെ സംശയമുണ്ട്. ആ സംശയം നിങ്ങൾ വായിച്ചു നോക്കുക, എന്നാലേ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. Plastids are the cell organelles that are exclusively found in plant cells. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെൽ ഓർഗാനുകളാണ് പ്ലാസ്റ്റിഡ്സ്. They are of 3 kinds, namely chromoplast, chloroplast and leucoplast. You know that photosynthesis is performed by chloroplast. Chromoplast impart color to flowers and fruits. Xanthophyll yellow, carotene yellowish orange, Androgen red, purple, etc. are certain pigments in the chromoplast. Various ranges of these pigments impart different colors to various parts of the plants. Next, leucoplasts are plastids having no specific color. Leucoplasts are in plenty in the cells where food materials are stored. Leucoplast അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കളർ ഒന്നുമില്ല. ഇതെവിടെ കാണപ്പെടുന്നത്? ഫുഡ് മെറ്റീരിയൽസ് എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അവിടെയാണ് ലീക്കോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്. ആസ് ഫ്രൂട്ട്സ് റൈപ്പൻ, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ച് ടു ക്രോമോപ്ലാസ്റ്റ്, സ്റ്റാർച്ച് ഈസ് കൺവേർട്ട് ടു ഷുഗർ. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദി ചേഞ്ച് ഇൻ ദി കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്. പഴങ്ങളുടെ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ വായിച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കളറിൻ്റെയും ടേസ്റ്റും മാറുന്നത്, ഫ്രൂട്ട്സ് എന്നൊക്കെ മാറുന്നത് ഈ ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവും, സ്റ്റാർച്ച് ഷുഗർ ആയിട്ടും ചേഞ്ച് ആവും. അങ്ങനെ നമുക്ക് ടേസ്റ്റ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അനിമൽ സെല്ലിൽ ഡയഗ്രാമത്തിൽ എല്ലാം ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണമാണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. ആ 2 എണ്ണം സെൻട്രോസോം, ലൈസോസോം. Centrosome is the cell organelle that is found only in animal cell. The centrioles that play a major role in cell division are seen in the centrosome. Next, lysosome. It is seen in animal cell. Lysosome contains the digestive enzymes that are required for the destruction of foreign substance entering the cell. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഡയഗ്രാം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഡയഗ്രാം സിമ്പിളാണ്, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ലെറ്റസസും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു. Hi all, welcome to another interesting class of geography. Today we are going to learn about different forms of condensation. As you all know, the process by which water vapor change into liquid state is known as condensation. There are 4 types of condensation: dew, frost, mist or fog and cloud. You might have noticed that the water droplets clinging onto the blades of grass and leaves early in the morning. This is dew. Okay. Next, frost. As you know, in cold regions, temperature falls below 0 degrees Celsius at night. Then, tiny ice crystals are formed in such places. This form of condensation is known as frost. Next, fog or mist. You might have experienced smoke-like weather at least in winter seasons. This is called mist or fog. If the range of visibility is less than 1 kilometer, it is termed as fog. If the range of visibility is more than 1 kilometer, it is called mist. Okay. Then the last form, cloud. You have learned earlier that clouds are formed by condensation of water vapor around the fine dust particles in the atmosphere. Based on form, there are mainly 4 types of clouds: cirrus clouds, stratus clouds, cumulus clouds and nimbus clouds. Cirrus clouds are feather-like clouds seen in upper atmosphere in clear weather situations. Next, stratus clouds. These clouds are thick layers in the lower part of the sky. Next, cumulus clouds. Cumulus clouds are like huge cotton bundles and they have large vertical extent. Next, the last one, nimbus clouds. Nimbus clouds are dark rain clouds in the lower atmosphere. They does not allow sunlight to pass through it into the earth. So, the clouds mentioned here do not generally occur independently. They are usually seen in combination. For example, the combination of cumulus and nimbus clouds are called cumulonimbus clouds. Okay. So, I think you all enjoyed today's class. See you all next class. Have a great day. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എൻ്റെ പേര് ആര്യ എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കെമിസ്ട്രി എടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം കെമിസ്ട്രിയുടെ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 32 എടുക്കുക. എല്ലാവരും പേജ് നമ്പർ 32 എടുക്കുക. പേജ് നമ്പർ 32 എന്താണ് നോക്കിയ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ചാപ്റ്റർ 2 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നാണ് നമ്മുടെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര്. എന്താണ്? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. അപ്പൊ നമ്മ അവിടെ ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളത്, അല്ലെ എന്താണ് ഈ ചാപ്റ്റർ ബേസ് ചെയ്തിരിക്കുന്നത് ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ലോസും അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റും ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള കാര്യം. അപ്പൊ അതുപോലെ തന്നെ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷനിൽ വരുന്നതാണ് എന്ത്? ഗ്യാസ് ലോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മോൾ കോൺസെപ്റ്റ്. അപ്പൊ ഇതിന് കുറെ ഇക്വേഷൻസ് ഉണ്ട്, മാസ് ഇൻ ഗ്രാംസ് കാണാനായിട്ടുള്ള, അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ട്, വോളിയം കാണാനായിട്ടുള്ളത്, അതുപോലെ നമ്പർ ഓഫ് GM, അതൊക്കെ ഇനി വരും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഗ്യാസ് ലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്യാസ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്യാസസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഗ്യാസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ചെറിയ ക്ലാസ് തൊട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഗ്യാസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബട്ട്
കുറച്ചുകൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്താണ് ആദ്യത്തെ പോയിന്റ് നോക്കാം എല്ലാവരും. പേജ് നമ്പർ 32. ആദ്യത്തെ പോയിന്റ് എല്ലാവരും നോക്കാം. എന്താണ്? ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലേ, ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അപ്പൊ ഓരോരോ ഗ്യാസിലും എന്താണ്? ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? when we compare to the total volume of gas, the real volume of molecule is very less. നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിന്റെ ആ ഒരു ടോട്ടൽ വോളിയം വെച്ചിട്ട്, ഗ്യാസിന്റെ ആ ഒരു ടോട്ടൽ വോളിയം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലെസ് ആയിരിക്കും. എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ലെസ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. the molecules of the gas and the state of rapid random motion in all direction അല്ലേ. അപ്പൊ എന്താണ്? the molecules of gas are in the state of rapid random motion in all direction. മോളിക്യൂൾസ്, ഗ്യാസസിനുള്ളിലത്തെ മോളിക്യൂൾസ് ഏത് സ്റ്റേറ്റിലാണ്? റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. വളരെയധികം പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഗ്യാസസിന്റെ ഉള്ളിലത്തെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാം ഈ ഗ്യാസസിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെയധികം അപ്പുറത്തിപ്പുറത്തും പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് തമ്മിൽ? സ്വാഭാവികമായിട്ട് എന്താണ്? കൂട്ടിയിരിക്കും അല്ലെ. അപ്പൊ they collide with each other and they collide with also the wall of the container which it is kept. അത് ശരിക്കും എന്തൊക്കെ ആയിട്ട് കൊളൈഡ് ചെയ്യുന്നു? ആ മോളിക്യൂൾസ്, ഗ്യാസിന്റെ മോളിക്യൂൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ്? കൂട്ടിമുട്ടുക, കൊളൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു ഗ്യാസ് വെച്ചിരിക്കുന്ന, ആ ഗ്യാസ് കെപ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ആ ഒരു കണ്ടെയ്നറിന്റെ വാൾസിനുമായിട്ടും അത് കൊളൈഡ് ചെയ്യുന്നു. ഈ കൊളേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കൊളേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണ്. എന്ന് വിചാരിച്ചാൽ നോ ലോസ് ഓഫ് എനർജി ആൻഡ് നോ ഗെയിൻ ഓഫ് എനർജി. ലോസ് ഓഫ് എനർജിയും ഇല്ല, അതുപോലെ തന്നെ ഗെയിൻ ഓഫ് എനർജിയും ഇല്ല അല്ലെ. എനർജി പോകുന്നുമില്ല, എനർജി ഇങ്ങോട്ട് കിട്ടുന്നുമില്ല. പിന്നെ നോക്കാം, there is no attraction between the gas molecules with the walls of the container. ഈ ഗ്യാസ് മോളിക്യൂൾസും അതുപോലെ തന്നെ വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ട് യാതൊരുവിധ അട്രാക്ഷനും ഇല്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എടുത്തത് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ പഠിച്ചു വരാം. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് കഴിയാണ്. അപ്പൊ താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബയോളജി ക്ലാസ് ആണ്. കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ന്യൂറോണിന്റെ പാർട്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൈലിൻ ഷീറ്റിനെ പറ്റിയാണ്. മൈലിൻ ഷീറ്റ് എന്താണെന്നറിയോ? നമ്മുടെ ആക്സോണിനെ പറ്റി പഠിച്ചില്ലേ? ന്യൂറോണിന്റെ ഒരു പാർട്ടാണ് ആക്സോൺ. നമ്മുടെ സെൽ ബോഡിയിൽ നിന്നുള്ള നീളത്തിലുള്ള ഒരു തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോണിന് ചുറ്റപ്പെട്ട് കാണുന്ന ലിപ്പിഡ് കൊണ്ടുണ്ടാക്കിയ ഒരു മെംബ്രെയിൻ ആണ് മൈലിൻ ഷീറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, axons of most neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. മൈലിൻ ഷീറ്റിന് ഒരു ഷൈനി വൈറ്റ് കളറാണുള്ളത്. അതുകൊണ്ട് മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൈലിൻ ഷീറ്റിന്റെ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് മൈലിൻ ഷീറ്റിന്റെ ഫങ്ഷൻസ്? The major function of the myelin sheath is to provide oxygen and nutrients to the axon. നമ്മുടെ ആക്സോണിന് ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യണ ഒരു ജോലിയാണ് നമ്മുടെ മൈലിൻ ഷീറ്റിന് പ്രധാനമായിട്ടുള്ളത്. അടുത്ത ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആണ്. പിന്നെ accelerate impulses, protect the axon from external shocks. ഇതൊക്കെ നമ്മുടെ മൈലിൻ ഷീറ്റിന്റെ ഫങ്ഷൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? മൈലിൻ ഷീറ്റ് വൈറ്റ് കളർ ആണെന്ന് പഠിച്ചു. മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിനാപ്സിനെ പറ്റിയാണ്. സിനാപ്സ് എന്താണ്? സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ഓർ എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ഓർ എ ഗ്ലാൻഡുലാർ സെൽ. അതായത് രണ്ട് ന്യൂറോണുകളോ ന്യൂറോണും ഒരു മസിൽ സെല്ലോ അതോ ഒരു ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ഒരു ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ്. രണ്ട് ന്യൂറോൺ തമ്മിലുള്ള ഒരു സ്പേസ് നമുക്ക് സിനാപ്സിനെ പറയാം. സിനാപ്സിലേക്ക് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ
പ്രൊവൈഡ് ചെയ്യും. അത് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു അല്ലേ? എന്തായിരുന്നു? സീക്രറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് നോക്കിയാൽ, when electric impulses from axon reach synaptic knob, certain chemical substances are secreted there to synaptic cleft. This is known as neurotransmitter. മനസ്സിലായില്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് സിക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. ഓക്കെ, ഇനി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസെറ്റൈൽ കൊളൈനും ഡോപ്പാമിനും ആണ് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ആയിട്ട്. Good morning, students. How are you all? Did you have your breakfast? What was our topic in the last class? Can anyone answer? Namaskar. Yes. Sir, in our last class, we studied about cells, right? So in the last class, I had said that I will bring a model of plant cell. Let me show you that. This is the model of plant cell. In this, which is nucleus? Aradhya. Yes, very good. This is nucleus. So, today our topic is also nucleus. Look here, this is the picture of nucleus. There are 5 parts in nucleus. Now, let me show which are the parts. Nucleolus, nucleoplasm, nuclear membrane, chromatin reticulum, and nuclear pore. Did you understand? Let me say one more. Nuclear pore, nucleolus, nuclear plasm, nuclear membrane, chromatin reticulum. So, let us know this in detail. Nucleolus, spherical body of nucleus. Nucleoplasm, fluid-like part seen in nucleus. Next, nuclear membrane. It is the double-layered membrane that covers nucleus. Next, chromatin reticulum. It is the network that's seen in nucleoplasm. Next, nuclear pore. Pore seen in nuclear membrane. So, all of you take your textbook. Now, let's read the textbook. Textbook page number 16. Nuclear pore. Nuclear pores are pores in the nucleus membrane. They help in the conduction of materials to and from the nucleus. Once again, nuclear pores are pores in the nuclear membrane. They help in the conduction of materials to and from the nucleus. Nucleolus. They are spherical bodies that play a major role in the synthesis of ribosomes. Once again, they are spherical bodies that play a major role in the synthesis of ribosomes. Nucleoplasm. It is the fluid part of nucleus. Nucleolus and chromatin reticulum are seen here. Once again, it is the fluid part of the nucleus. Nucleolus and chromatin reticulum are seen here. Nuclear membrane. It is a double-layered membrane that covers the nucleus. What is it? It is a double-layered membrane that covers nucleus. And last one is chromatin reticulum.
They are seen as a network in the nucleoplasm. They carry genes. Once again, they are seen as a network in the nucleoplasm. They carry genes. So, I will give you a homework. All of you make the model of nucleus. So, today's class is over. Thank you. നമസ്കാരം കുട്ടികളെ, നമുക്കിന്ന് മലയാളത്തിലെ എന്റെ കേരളം എന്ന കവിത പഠിച്ചാലോ? ഇത് എഴുതിയതാരാണെന്ന് അറിയാമോ? ഗോപാലകൃഷ്ണൻ കോലഴി. നമുക്കിപ്പോ തുടങ്ങാം. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും. എന്റെ കൂടെ നിങ്ങൾ ഉറക്കെ പാടണേ. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും. നീളെ കളകളം പാടും കാട്ടുചോലയുമാ മണിമേടും. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും. നീളെ കുളിരൊളി തിങ്ങി എന്റെ കേരളം എന്തൊരു ഭംഗി. നീളെ കുളിരൊളി തിങ്ങി എന്റെ കേരളം എന്തൊരു ഭംഗി. നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരാം കേട്ടോ. നമുക്കപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ. Good morning, students. So yes, now this period turns to the maths. So അധികം ടൈം ഒന്നുമില്ല നമ്മുടെ അടുത്ത് വേസ്റ്റ് ചെയ്യാൻ. So yes, let's go to our class. നമ്മുടെ ക്ലാസ്സിൽ എന്താ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സ് ആണ്. So all of you take your notebook, take a fresh page and write the date and day. Now yes, നമ്മളപ്പോൾ പഠിച്ച ചാപ്റ്റർ ഏതായിരുന്നു? യെസ്, ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസിൽ ഇന്നലെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ സൈഡ്സ് ആൻഡ് ആംഗിൾസിൻ്റെ എങ്ങനെയാണ് അത് ഇക്വേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ നോട്ട്സ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ടൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾ ഓഫ് യു റൈറ്റ് ടു യുവർ നോട്ട്ബുക്ക് സൈഡ്സ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, അതിൽ ഞാൻ എഴുതുന്ന ഈ ഒരു ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, 3 sides of a triangle are equal to 3 sides of another triangle. Then the triangles and the angles are equal. Okay, അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷന്. Triangles and angles are equal. Okay, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഉണ്ടാക്കിയത്. സോ you can either write this definition to your notebook or you can write page number 9. Take your textbook, page number 9-ലും 10-ലും ഒരു യെല്ലോ ബോക്സിലായിട്ടുള്ളതുണ്ട്. സോ either you can write this definition or you can write ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി പിന്നെ കേട്ടോ. സോ യെസ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായി. സോ ദാറ്റ് ഈസ് സിമ്പിൾസ് ആണ്. ഞാൻ 2 സിമ്പിൾസ് പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഓക്കെ, 2 സിമ്പിൾസ്, അതായത് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വേണ്ട 2 സിമ്പിൾസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഇടയ്ക്കിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ നിങ്ങൾ വലിച്ച് വാരി ഇങ്ങനെ ട്രയാങ്കിൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ റൈറ്റ് ട്രയാങ്കിളിന് ഇത്. ഇപ്പോൾ ഞാൻ ഈ ട്രയാങ്കിളിന് എഴുതിയതെന്ന് വെച്ചാൽ ട്രയാങ്കിൾസിന് എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനത് ബേസിക് ആയിട്ടുള്ള ഇത് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അറിയായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ട്രയാങ്കിൾസ് എഴുതണമെങ്കിൽ ഈ ഒരു കുഞ്ഞി ട്രയാങ്കിൾ ഇല്ലേ, കുഞ്ഞി ട്രയാങ്കിളിൻ്റെ അപ്പം ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. Hello everyone, how are you all? Hope you're fine and be safe at your home. Today we are going to learn a new topic called Paleolithic Age.
Paleolithic age is also known as Stone Age. Don't you want to know why it is called as? Yes, it's because the people in this period use weapons and tools made of stone. That's why it's called as Stone Age. അപ്പം പാലിയോളിത്തിക് ഏജിലെ മനുഷ്യന്മാരൊക്കെ സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കാലത്ത് പാലിയോളിത്തിക് ഏജിനെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, they used to paint in the caves. So they used different colors for cave painting. The colors were mixed from the plant extracts and powdered laterite. അപ്പം ഇന്നത്തെ പോലെ അന്ന് പെയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ഈ പ്ലാന്റ് എക്സ്ട്രാക്ട്സിൻ്റെയും പൗഡേർഡ് ലാറ്ററൈറ്റിൻ്റെയും മിക്സ് കൊണ്ടായിരുന്നു പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. The next point is the Paleolithic humans hunted collectively. The stronger among them led the group. അന്ന് പാലിയോലിത്തിക് ഹ്യൂമൻസ് അന്നത്തെ ഒരു ഏജിൽ ഒരുപാട് ഹണ്ടിങ് ഉണ്ടായിരുന്നു. അവർ ഹണ്ട് ചെയ്തിരുന്നു. അതിൽ ആ ഒരു ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത് അതിലെ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു ആ ഒരു ഹണ്ടിങ് ഗ്രൂപ്പിന് നേതൃത്വം നൽകിയിരുന്നത്. There was no gender difference in hunting. അവിടെ ജെൻഡർ ഡിഫറൻസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഹണ്ടിങ്ങിന്. പുരുഷനും സ്ത്രീകളും ഹണ്ട് ചെയ്യണമായിരുന്നു. They ate the flesh of hunted animals and carcasses. അവർ ചത്ത മൃഗങ്ങളുടെയും വേട്ടയാടി കിട്ടിയ മൃഗങ്ങളുടെയും ഫ്ലഷ് കഴിക്കുമായിരുന്നു. For hunting, they mainly used weapons made of stones. അപ്പം ഹണ്ടിങ്ങിന് വേണ്ടി അവർ സ്റ്റോൺസ് കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോൺസിൻ്റെ ഒരു യൂസിങ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. സോ they also used bones of animals, ivory, piece of wood, etc. as weapons. അതേപോലെ അവർ മൃഗങ്ങളുടെ السلام عليكم يا طلابي، كيف الحال؟ زين؟ الحمد لله. صباح الخير. أيوة കൂട്ടുകാരെ, എല്ലാവരും അറബി ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കില്ലേ? അപ്പം എല്ലാവരും പേജ് നമ്പർ 10 എടുത്തോ. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണുന്നത്? ഒരു തീവണ്ടി ഉണ്ട്, പിന്നെ കത്വാറുണ്ട്, പിന്നെ ഒരു കുട്ടി കരയുന്നുണ്ട്. ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ചുറ്റും കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. എന്തിനായിരിക്കും ആ കുട്ടി കരഞ്ഞിട്ടുള്ളത്? ആരായിരിക്കും ആ കുട്ടി? നമുക്കത് അറിയണ്ടേ? ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ടീച്ചർ ഒന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വായിക്കുന്നതിനൊപ്പം ബെല്ല് വെച്ച് പോകണം കേട്ടോ. ടീച്ചർ ഇതാദ്യം വായിക്കാം, എന്നിട്ട് ഞാൻ മീനിങ് പറഞ്ഞുതരാം. കാന ഹാമിദ് മുദരിസൻ മറത്തൻ കാന യദ്ഹബു ഇലൽ മദ്രസതി ഫറഅ ഫി മഹ്തത്തിൽ ഖിത്വാരി വലദൻ വരീറൻ ഇസ്മുഹു സാലിം വഹുവ യബ്കി ഹൗലഹു ഉനാസുൻ ഫയഖ്തറബ ഹാമിദ് മിനൽ വലദി. മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും? കുറച്ച് മനസ്സിലായി. ടീച്ചർ ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. കാന ഹാമിദ് മുദരിസ്. കാനകത്ത് എന്താ? ആയിരുന്നു. അപ്പൊ കാന ഹാമിദ് മുദരിസ്. ഹാമിദ് ആയിരുന്നു എന്ത്? മുദരിസ്, ടീച്ചർ. ഹാമിദ് ടീച്ചർ ആയിരുന്നു. മറത്തൻ കാന യദ്ഹബു ഇലൽ മദ്രസതി. ഒരു ദിവസം അവൻ അങ്ങനെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ ഫറഅ അവൻ കണ്ടു ഫി മഹത്തത്തിൽ ഖിത്വാരി വലദൻ ദുരീറൻ. മഹത്തത്തിൽ ഖിത്വാരി റെയിൽവേ സ്റ്റേഷനിൽ വൃദ്ധനായ കുട്ടിയെ കണ്ടു. പേര് ഇസ്മുഹു സാലിം. ആ കുട്ടിയുടെ പേര് സാലിം എന്നായിരുന്നു. വഹുവ യബ്കി അവൻ കരയുകയായിരുന്നു. ഹൗലഹു ഉനാസ് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നു.
കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. നമുക്കപ്പോൾ ഇവിടെ നമുക്ക് പുതിയ വേർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ടിലേക്ക് പകർത്താം. പിന്നെ ചോദ്യങ്ങളും നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി അതിൻ്റെ ഉത്തരങ്ങൾ എഴുതണേ. അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് ടീച്ചർക്ക് ഒരു വോയിസ് അയക്കുക. മിടുക്കന്മാരായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തിനായിരിക്കും ആ കുട്ടി കരഞ്ഞത് എന്നൊക്കെ നമുക്ക് പഠിക്കണം. അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്, നമുക്ക് അതൊക്കെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മാസലാമ. मेरे प्यारे बच्चों नमस्ते. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? പ്യാരി മാം. ക്യാ ഹേ? പ്യാരി മാം. അപ്പോൾ അതിന്റെ തൊട്ടുമേലെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കണ്ടേ? അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. സീന 11 साल की लड़की, आज स्कूल का पहला दिन, माँ खाना खिला रही है, उसने सोचा कितनी प्यारी माँ. സീന 11 साल की लड़की. സീന 11 വയസ്സുള്ള പെൺകുട്ടി. നിങ്ങളെയൊക്കെ പോലെ തന്നെ സീനയ്ക്കും 11 വയസ്സാണ്. ആജ് സ്കൂൾ കാ പഹലാ ദിൻ. ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. മാം ഖാനാ ഖിലാ രഹി ഹൈ. അമ്മ ഭക്ഷണം വിളമ്പുകയാണ്. ഉസ്നെ സോച്ച കിത്തനി പ്യാരി മാം. അവൾ ചിന്തിച്ചു, എത്ര സ്നേഹമല്ലേ എൻ്റെ അമ്മയ്ക്ക്. അവൾ എന്താണ് ചിന്തിച്ചത്? കിത്തനി പ്യാരി മാം. അപ്പോൾ ഈ കവിതയൊന്നും നമുക്ക് വായിച്ചു നോക്കണ്ടേ? പ്യാരി മാം. പ്യാരി പ്യാരി അമ്മ മേരി मीठे मीठे गीत सुनाते, ताज़ा ताज़ा दूध पिलाती, तरह तरह का खाना देती. ഈ കവിത നമുക്ക് ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കാം. പ്യാരി മാം. प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती, ताज़ा ताज़ा दूध पिलाती, तरह तरह का गाना देती. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്യാരി പ്യാരി അമ്മാ മേരി. എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ. മീട്ടെ മീട്ടെ ഗീത് സുനാത്തി. മധുരമായ പാട്ടുകൾ പാടിത്തരുന്നു. നിങ്ങളുടെ അമ്മമാരും നിങ്ങൾക്ക് പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. താസ താസ ദൂത് പിലാത്തി. ശുദ്ധമായ പാൽ കുടിപ്പിക്കുന്നു. നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണങ്ങളാണ് തരാറ്. തരഹ് തരഹ് കാ ഖാനാ ദേത്തി. പലതരത്തിലുള്ള ഭക്ഷണം നൽകുന്നു. നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ പ്യാരി പ്യാരി അമ്മ മേരി എന്ന വരിയുടെ അർത്ഥമൊന്ന് പറഞ്ഞേ. അവിടെ ഒരാൾ പറഞ്ഞല്ലോ. എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട അമ്മ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. Good morning, students. Good morning, ma'am. How was your autumn vacation? You all enjoyed it? Yes. So now let's get back to our chapter. Now we are taking Medieval India, the centers of power. Understand? Yes. Yes. So everyone take page number 11. We studied about Mamluk dynasty. Now we are studying about Khilji dynasty. Understand? Yes. Yes. The Khilji dynasty succeeded the Mamluk dynasty. Alauddin Khilji was the prominent among the Khilji rulers. It was during his reign that the south and west region of India came under the Delhi Sultanate. The Khilji dynasty succeeded the Mamluk dynasty. Alauddin Khilji was the prominent, means important ruler among the Khilji rulers. Okay. Now I will ask you some questions from this and and about Mamluk dynasty. Okay. First, Alvina. Ma'am. Yes. Who defeated Prithviraj Chauhan? Muhammad of Ghor. Very good, Alvina. And for Ashalina. Okay. Yes.
after Kutubuddin? Who was the ruler? Ma'am, Iltutmish. Very good. Another one. Okay, I know. Say a geographical feature of Delhi which attracted the rulers of Delhi as their seat power. Ma'am, Aravalli mountain ranges supplied stone to build forts and buildings for Delhi. Very good, I know. So this and you have a homework. How did the domination over Gujarat strengthen the military of Alauddin Khilji? You should read this page number 11. Then you can understand. Okay, then you can write it in your notebook. It's a homework for you, and you will have a dictation about this tomorrow. So see you in next class. Bye. Bye, ma'am. Bye. Good morning. Today we are going to study a new poem named Mirror Mirror, written by Madhuri Savant. First I will read the poem and after I will explain the poem. Mirror, 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 don't display my eyes, don't display my hair, don't display my teeth. Mirror, mirror, display my courage, display my knowledge, display my voyage, display my message, display my passage to go in the right direction as you show. I will explain. The child said to the mirror, 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 do not show my eyes in the mirror. Then, mirror, mirror, do not show my hair in the mirror. Mirror, mirror, do not show my teeth in the mirror. Then she said, Mirror, mirror, show my courage in the mirror. Mirror, mirror, show my knowledge in the mirror. Mirror, mirror, show my voyage in the mirror. Mirror, mirror, show my message in the mirror. Mirror, mirror, show my passage in the mirror. Her she does not want to see her beauty in the mirror. In its place, she wants to see her courage, knowledge, voyage, message, passage. The last line, the road that you show to follow. I concluding my class. Thank you for listening. ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ പാഠം ആരംഭിക്കാൻ പോവുകയാണ്. പാഠത്തിൻ്റെ പേര് ലൈഫ് വിത്തിൻ ദ സീഡ് അഥവാ വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ ടീച്ചർ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചർക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് നിങ്ങളെല്ലാവരും വീടുകളിൽ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ടാകും. ചിലവരൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? ചിലവരൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വിത്ത് നട്ടപ്പോൾ അതിനോരോ ദിവസവും സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ? നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത് എന്തിനെ അടിസ്ഥാനമാക്കി തുടങ്ങുന്ന ഒരു പാഠമാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കുന്നത്? എന്തിനെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു പാഠമായിരിക്കും ഇത്? അതെ, വിത്തിനെ അടിസ്ഥാനമാക്കി. എന്താണ്? വിത്തിനെ അടിസ്ഥാനമാക്കി തുടങ്ങുന്ന ഒരു പാഠഭാഗമാണ് ഇത്. അപ്പോൾ ടീച്ചർ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുക. അപ്പോൾ പാഠഭാഗത്തിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു കുട്ടി ഒരു വൃക്ഷം നടുന്നത് പോലെ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ഡയറി കുറിപ്പോട് കൂടിയാണ് തുടങ്ങുന്നത്. പക്ഷെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ടീച്ചർ അടുത്ത പേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അടുത്ത പേജിൽ 2-3 വിത്തുകൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അവർ സംസാരിക്കുന്നത്? ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? നമുക്കത് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ വിത്ത് പറയണം. എന്തായിരിക്കും ആദ്യത്തെ വിത്ത് പറയുന്നത്? വാട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് ഐ ഫെൽ ഓൺ ദ സോയിൽ. ഐ ഓപ്പൺഡ് മൈ ഐസ് വെൻ ഐ ഗോട്ട് വാട്ടർ. എന്താണ് പറയുന്നത്? വാട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് ഐ ഫെൽ ഓൺ ദ സോയിൽ. എന്തൊരു അനുഗ്രഹമാണ് എനിക്ക് മണ്ണിൽ ജനിക്കാൻ സാധിച്ചത്. ഐ ഓപ്പൺഡ് മൈ ഐസ് വെൻ ഐ ഗോട്ട് വാട്ടർ. എനിക്ക് വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നത് എന്നാണ് ആദ്യത്തെ വിത്ത് പറയുന്നത്. രണ്ടാമത്തെ വിത്ത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? വെൻ ഐ സ്പ്രൗട്ടഡ് ദ ഫസ്റ്റ് തിങ് ഐ സോ വാസ് ദ സൺലൈറ്റ്.
എന്താണ്, ഞാൻ മുളച്ചപ്പോൾ when I sprouted the first thing I saw was the sunlight. ഞാൻ ആദ്യം കണ്ടൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് ആണ് എന്നാണ് രണ്ടാമത്തെ സീഡ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സീഡ് ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. എന്താണ്? I got enough warmth and cold. എനിക്ക് അവിടെ നിന്ന് അത്യാവശ്യത്തിനുള്ള ചൂടും തണുപ്പും എല്ലാം ലഭിച്ചു എന്നാണ് അത് പറയുന്നത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അനുകൂലമായി കാലാവസ്ഥ ആ വിത്തിന് ലഭിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ സീഡ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? Adequate air was available where I lay. എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക വായു എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. എനിക്ക് അത്യാവശ്യത്തിനുള്ള വായു ഞാൻ കിടന്നിടത്തു നിന്ന് എനിക്ക് ലഭിച്ചു. പിന്നെ അതിൽ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. Many of my friends have not been able to sprout it. എൻ്റെ ചില കൂട്ടുകാരൊന്നും ഇതുവരെ അവർക്ക് മുളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആ വിത്ത് പറയുന്നത്. അപ്പോൾ ടീച്ചർ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ടീച്ചർ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു തരാം. For seeds to germinate, air, water and favorable temperature are essential for the germination of seeds. Sunlight and soil are required for growth after sprouting. എന്ന് വെച്ചാൽ എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. എന്താണ് ആ വരിയിൽ പറയുന്നത്? എയർ, വായു, വാട്ടർ, ജലം, ഫേവറബിൾ ടെമ്പറേച്ചർ, അനുകൂലമായ കാലാവസ്ഥ, ഇതെല്ലാം എന്തൊരു വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. എന്താ സൺലൈറ്റും സോയിലും മറ്റൊരു ഘടകങ്ങളാണ് ഇതിൽ. അപ്പോൾ ഇതും വിത്തിന് മുളയ്ക്കാനായി ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് സൺലൈറ്റും സോയിലും. അപ്പോൾ മക്കൾക്ക് ഇന്നെടുത്തത് എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് എടുത്തത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി നന്നായി വായിച്ച് പഠിക്കുക. ടീച്ചർ ഇത് നാളെ ടെസ്റ്റ് പേപ്പർ എടുക്കും. അപ്പോൾ എല്ലാവരും നന്നായി ഇത് പഠിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം അല്ലേ? അപ്പോൾ എല്ലാവരും നാളെ നന്നായി പഠിച്ചിട്ട് വരാം. എല്ലാവരും നല്ല കുട്ടികളാണ്, ടീച്ചർക്ക് അറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി നന്നായി ഇത് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12th പേജിൽ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ഉള്ളിലോട്ട് വരയ്ക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു പേര് കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കിട്ടും നമുക്ക്. A, B, D, C, E, F. F ആണ് കേട്ടോ. ഓക്കെ, ആംഗിൾ ഏതൊക്കെ തന്നിട്ടുണ്ട്? അപ്പോൾ ഡി എഫ് എയും തന്നിട്ടുണ്ട്, എ എഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എഴുതാം ആംഗിൾ A F D is equal to A F D is equal to 70 degree. 70 degree. Next angle A F D. A F B is equal to 30 degree. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് സി എഫ് ഡി കണ്ടുപിടിക്കാം. ആംഗിൾ സി എഫ് ഡി ഈസ് ഈക്വൽ ടു സി എഫ് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി 180 ഒരു സെമി സർക്കിൾ 180 ആണ്. അപ്പോൾ 180 ഉണ്ടാവില്ല, ഇത്രയും 180 ആയിരിക്കും. അപ്പോൾ 180 നിന്ന് ഈ രണ്ട് നമ്പർ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി
plus 30 degree is equal to 70 plus 30 എത്രയാ 100. ഇനി 180 ഇനി ഇത് കുറയ്ക്കാം 180 minus 100 is equal to 80 degree. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് 80 degree. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ആംഗിൾ CFE is equal to opposite angles are equal ആണ്. ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് ആയി വരുന്ന ആംഗിൾ ഏതാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ AFB ആണ് CFEക്ക് ഓപ്പോസിറ്റ് ആയി വരുന്നത്. അപ്പോൾ ഇവിടെ 30 ആണ്. degree. CFE is equal to 30 degree. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് EFB അല്ലെങ്കിൽ BFE ആണ്. ആംഗിൾ EFB is equal to EFB is equal to നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാം? ഇത് ഒരു സെമി സർക്കിൾ അല്ലേ? അപ്പോ 180ൽ നിന്ന് 30 കുറച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ സംഖ്യ കിട്ടും, ആൻസർ കിട്ടും. അപ്പോ 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി is equal to 150 degree. 150 degree. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? താങ്ക് യു. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്. ഇന്ന് നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പത്രം വായിക്കാറില്ലേ? പത്രത്തിൽ വലിയ അക്ഷരത്തിൽ കാണുന്നത് എന്താണ്? തലക്കെട്ടാണല്ലേ. പത്രവാർത്തകളിൽ തലക്കെട്ടിന് പ്രധാന സ്ഥാനമാണ്. വാർത്തയിൽ പ്രധാന ആശയത്തിൻ്റെ വ്യക്തമായ സൂചന തലക്കെട്ടിൽ ഉണ്ടാവണം. തലക്കെട്ട് ആകർഷകവും ലളിതവുമായിരിക്കണം. അടുത്തത് സ്ഥലപ്പേര്, സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് എഴുതണം. ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം? ചുരുങ്ങിയതും പൂർണ്ണവുമായ വിവരമാണ് പത്രവാർത്തയിൽ ഉണ്ടാവുക. എന്ത്, ഏത്, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നീ കാര്യങ്ങൾ പത്രവാർത്തയിൽ പ്രധാനമായും അടങ്ങിയിരിക്കണം. വായനക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ പത്രവാർത്ത എഴുതേണ്ടത്. Hi children, welcome to our English class. Hope you all are fine and safe at home. Today I am going to teach you a story. Do you like stories? Yes, all of you like stories. Our story's name is How Far is the River? The author was Ruskin Bond. Take page number 9 of your textbook. First, I will read and you read along with me and listen carefully. How far is the river? Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its water and of its rocks. He wished to touch the water and know it personally. Do you read along with me? Yes, you are very good children. Here, a boy is decided to go to visit a river. How many of you visited the river? Yes, many of you visited river. Okay, now I will ask you 2 questions. Answer me. What prevented the boy from seeing the river? Yes, you are correct. The mountain prevented the boy. The next question, what is the things the boy heard from the villagers about the river? Yes, you are correct. Of the fish in its water and of its rocks.
Okay, children, then we have come again to our story, to the next paragraph. He stood in front of his house on the hill opposite the mountain, gazed across the valley, dreaming of river. He was 12 years old, a sturdy boy, with untidy black hair and shining black eyes. He had fine features and a clear brown skin. But his hands and feet were rough and scratched. He was barefooted, but because he couldn't afford shoes, he liked the feel of warm stones and cool grass. Do you listen? Okay. Here we can understand the physique and features of the boy. Then I will ask you a question. Why does the boy like to walk barefooted? Yes, he liked the feel of warm stones and cool grass. Okay, now I am going to give you 3 like to walk barefooted. Yes, he liked the feel of warm stones and cool grass. Okay, now I am going to give you 3 activities. The first one is read page number 10 carefully many times and underline the difficult words. The second, in this story, we have to understand the physique and features of the boy. Now, you write your features and physique and take a photo of it and send it to your teacher. The third one is, using these hints in the story, draw a picture of boy and take a photo of it and send it to your teacher. Okay, children, now I am winding our class. Thank you. Bye.